നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് നമ്മൾ വാർഷിക ഫലത്തെക്കുറിച്ച് പറയുകയാണ്. ഒരു വർഷത്തിൻ്റെ ഫലം. മലയാളികളുടെ പുതുവർഷം എന്ന് പറയുന്നത് ചിങ്ങമാസം 1-ാം തീയതി തൊട്ടാണ്. അപ്പോൾ പുതുവർഷം ഫലം ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു തരികയാണ്. നേരത്തെ കൂട്ടി പറയണത് എന്താണ്? നമുക്ക് നേരത്തെ പലതും ശ്രദ്ധിക്കാനും പലതും നേരത്തെ ചെയ്തു തീർക്കണമെങ്കിൽ ചെയ്ത് തീർക്കാനും ഒക്കെ ആയിട്ടാണ് വാർഷിക ഫലം നേരത്തെ പറയണേ. ചിങ്ങമാസം 1-ാം തീയതി തൊട്ട്, അതായത് 1201 ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി, 2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി തൊട്ട് വരണ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഓരോ രാശിക്കാർക്ക് എങ്ങനെ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓരോ രാശി എന്ന് പറഞ്ഞാൽ ഓരോ വഴികളെന്ന് വിചാരിച്ചോളുക. ആ വഴിയിൽ എങ്ങനെയാണ്, അവിടെ ട്രാഫിക് ഉണ്ടോ, അവിടെ പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് മുന്നേ കൂട്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് കുംഭൻ രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. കുംഭൻ രാശിയിൽ പെടുന്ന നക്ഷത്രങ്ങൾ ശരിക്ക് അവിട്ട നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗം, രണ്ടാമത്തെ പകുതി, ചതയം പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക, ഈ 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് കുംഭൻ രാശി. കുംഭരാശിക്കാർക്ക് ശരിക്ക് പറയുകയാണെങ്കിൽ കഴിഞ്ഞ സമയത്തേക്ക് അപേക്ഷിച്ച് നല്ല സമയമാണ് നിങ്ങൾക്കെന്ന് പറയാം. 5-ലേക്ക് വ്യാഴം വന്നിരിക്കുകയാണ്. ദേവസ്ഥാനത്തേക്ക് വ്യാഴം വന്നിരിക്കുകയാണ്. വ്യാഴം 5 നിൽക്കുന്ന സമയം. വ്യാഴം ദൃഷ്ടി ചെയ്യാണ്. ലക്ഷം ദോഷം ഗുരുകന്തി. വ്യാഴം ദൃഷ്ടി ചെയ്താൽ ലക്ഷം ദോഷം ഉണ്ടെങ്കിലും തീർന്നു പോകും. മറ്റൊന്ന്, 7 ശനി, 7.5 വർഷക്കാലമുള്ള ശനി ആദ്യത്തെ 5 വർഷവും പിന്നിട്ടു. അതായത് ഖണ്ഡശനി, ജന്മശനി, പാദശനി. ശനി പാദത്തിലേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ യാത്രകൾ ചെയ്യേണ്ടി വരും. എവിടെയെങ്കിലുമൊക്കെ സ്ഥാനചലനം വരാം. ചിലപ്പോൾ ദൂരോട്ടൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറാം. ഇതൊക്കെ വരുമെന്നുള്ളതിലൊഴിച്ച് ശനിയുടെ ശക്തി ക്ഷയിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇനി നല്ല സമയം എന്ന് പറയാൻ കാരണം. ഈ പുതുവർഷം നിങ്ങൾക്ക് അനുകൂലപ്രദമാണ്. ഓരോ കാര്യങ്ങൾ ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും. സന്താന സൗഖ്യം അനുഭവിക്കും. വളരെ ഐശ്വര്യബലത്തെ കൊടുക്കും. ഇതിന് അനുകൂലപ്രദമായ ഒരു വർഷത്തെ നമുക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ദോഷത്തെ നല്ല സമയത്ത് തന്നിരിക്കുന്നതിൻ്റെ പേരിൽ ദോഷമൊക്കെ മാറി വരുന്ന സമയമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇനി ഓരോ കാര്യത്തിന് ഇറങ്ങണം. ഇനി വിജയിക്കും. കാരണം ഈശ്വരാധീനം നിൽക്കുന്ന സമയമാണ്. നമുക്ക് വിജയത്തിൻ്റെ കാലഘട്ടമാണ്. പുരോഗതിയുടെ സമയമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഓരോ കാര്യത്തിന് ഇറങ്ങണം. സമയത്തെ വേസ്റ്റ് ചെയ്യാതിരിക്കുക. ശനിയൊക്കെ ഉണ്ട് പാദത്തിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അതിനെ വലിയ സീരിയസ് ആയിട്ട് കാണേണ്ട. കഠിനമായ ഭാവങ്ങളെല്ലാം മാറി. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം എന്തിനാണ്? നമ്മൾ ഈ ചാനലിലൂടെ യൂട്യൂബ് ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. 1 മണിക്കൂറോളം ദൈർഘ്യമുള്ള ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളിൽ എത്തിക്കാനും ഈ പ്രോഗ്രാം എത്തിക്കണമെങ്കിൽ, നിങ്ങൾ അറിയണമെങ്കിൽ ബെൽ ബട്ടണും കൂടി അമർത്തുക. എങ്കിലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാ പേർക്കും ഈ പലപ്പോഴും വിളിച്ച് പലരും വിഷമം പറയുന്ന ഒരു കാര്യം, കാരണം 55,000-ൽ കൂടുതൽ കസ്റ്റമേഴ്സ് ഉണ്ട്. അവരെല്ലാം എൻ്റെ ചാനലിലെ കൂടുതൽ പേരും ഞാൻ കൺസൾട്ട് ചെയ്തവരാണ്. അപ്പോൾ അവരുടെ ഒക്കെ പലപ്പോഴും വിളിച്ച് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയാറുണ്ട്. പലപ്പോഴും എല്ലാവർക്കും നല്ല അറിയാമെന്നുള്ളവർക്കറിയാം. കാരണം ദുബായിൽ തന്നെ വിദേശ മലയാളികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കരാമയിൽ പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ കൺസൾട്ടേഷൻ ഉണ്ട്.
എല്ലാ മാസവും നിശ്ചിത ദിവസവും അവിടെയുണ്ട്. പിന്നെ ഇവിടെയും ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ആയിട്ട് കൺസൾട്ടേഷൻ നടക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി കൊണ്ടാണ് പലപ്പോഴും വിളിച്ചിട്ട് കിട്ടാതെ. അതുകൊണ്ടാണ് യൂട്യൂബ് ലൈവ് ചെയ്യുന്നതിൻ്റെ കാരണം. അപ്പോൾ എല്ലാ കുംഭക്കൂറുകാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.